വെടിമരുന്ന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ചടങ്ങുകൾ മാത്രമാക്കാൻ ആലോചന. വെടിക്കെട്ട് ഉൾപ്പെടെ ഒഴിവാക്കി പൂരം ചടങ്ങ് മാത്രമായി നടത്താനാണ് ആലോചിക്കുന്നത്. ദേവസ്വങ്ങളുടെ യോഗം നാളെ ചേരും. നാളെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും ഘടകക്ഷേത്രങ്ങളുടെയും യോഗം നടക്കും. ജനവികാരവും സർക്കാർ തീരുമാനവും പരിഗണിച്ച് തീരുമാനമെടുക്കുമെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിമാർ പറഞ്ഞു. ദേവസ്വങ്ങളുടെ അഭിപ്രായം കേട്ട് തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവനും പറഞ്ഞു. നാളെ 10:30 മീറ്റിംഗ് വിളിച്ചു. അത് പ്രയോഗിക്കാൻ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഇന്ന് ക്യാബിനറ്റ് അംഗങ്ങൾ പൊതുവിൽ കൂടിയാലോചിക്കുന്ന വിഷയം ഉൾപ്പെടെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച്, അല്ലാതെ ഏത് വേണമെന്നുള്ളത് ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നത് ശരിയല്ല. അതിൽ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെയും തിരുവമ്പാടി ദേവസ്വത്തിൻ്റെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ട് ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തിയും ഒപ്പം ഒരു അപകടം വന്ന സ്ഥിതിയിൽ നമ്മൾ ആഘോഷങ്ങൾ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അവസാന തീരുമാനം. എന്താ വേണ്ടതെന്നുള്ളത് വളരെയധികം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ഇതിൽ അല്ലേ. ഇത്ര ആൾക്കാർ മരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ വലിയൊരു വികാരമുണ്ട്. അതും കണക്കിലെടുത്ത് ആചാരങ്ങളും കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ്ഡായ അപ്രോച്ചാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ജനവികാരം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഉചിതമായിട്ടുള്ളൊരു തീരുമാനം, സർക്കാരിൻ്റെ നിർദ്ദേശവും ജനവികാരവും കണക്കിലെടുത്തായിരിക്കും തീരുമാനം. തീർച്ചയായിട്ടും. നടരാജ പരശുറാം ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. നടരാജ, വലിയൊരു ദുരന്തത്തിന്റെ ഞെട്ടിലാണ് നാട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് എല്ലാ വർഷവും നടത്തുന്ന പോലെ തൃശൂർ പൂരം അതേ പൊലിമയിൽ നടത്തുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ദുരന്തത്തിനിടയിലും ആഘോഷിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇത് എങ്ങനെ നടത്താനായിരിക്കും തീരുമാനമുണ്ടാവുക? ജീന, വലിയൊരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. തൃശ്ശൂർ പൂരം അതിൻ്റെ പാരമ്പര്യത്തോടും പ്രൗഢിയോടും കൂടി നടത്തിയാണ് ശീലം. കോവിഡ് കാലഘട്ടങ്ങളിലാണ് ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്തിയിട്ടുള്ളത്. തൃശ്ശൂർ പൂരത്തിലെ മഠത്തിൽ വരവിനിടെ നേരത്തെ മരം വീണ് ചില കലാകാരന്മാർ മരിച്ച സംഭവം നടന്നപ്പോഴും വെടിക്കെട്ട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്ന് പോയിരുന്നു. പലപ്പോഴും ഈ വെടിക്കെട്ട് ഒഴിവാക്കലും മറ്റും നടത്തിയിരുന്നെങ്കിലും പൂരം പലപ്പോഴും പ്രൗഢിയോടുകൂടി നടത്തിയിട്ടുള്ളതാണ് ചരിത്രം. ഇത്തവണ പൂരം സംഘാടകരായ ആളുകൾ പോലും മരിച്ചവരിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ആഘോഷ കമ്മിറ്റിയിലെ അംഗങ്ങൾ പോലും ഇതിലുണ്ടായിരുന്നു എന്നുള്ള ദുഃഖകരമായ കാര്യമുണ്ട്. പൂരത്തിനു വേണ്ടി കാലങ്ങളായി വെടിക്കെട്ട് തയ്യാറാക്കിയവർ വെടിക്കെട്ട് അവരൊക്കെ തന്നെ ഈ മരിച്ചവരിൽ പെടുന്നു. അതുകൊണ്ട് ഏത് തരത്തിൽ പൂരം നടത്തണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സർക്കാരോ ദേവസ്വങ്ങളോ ഒരു തീരുമാനമെടുത്തിട്ടില്ല. പൂരം ചടങ്ങ് മാത്രമായി നടത്താനൊരു ആലോചനയാണ് നടക്കുന്നത്. അതൊരു തീരുമാനമല്ല, ആലോചന നടക്കുന്നു. അതല്ല, വെടിക്കെട്ട് ഒഴിവാക്കി മറ്റ് പൊലിമയുള്ള ഭാഗങ്ങൾ പലതും ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തണമോ, എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് കൂട്ടായൊരു തീരുമാനം മാത്രമേ സാധ്യമാകൂ. തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുകാർ പലരാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒരുപാട് പേരുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ, സർക്കാർ, ജില്ലാ ഭരണകൂടം, ഘടകക്ഷേത്രങ്ങൾ, ഇങ്ങനെ എല്ലാവരും തൃശ്ശൂരിൻ്റെ പൗരാവലി ഉൾപ്പെടെ ചേരുന്നതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്ക് മാത്രമായി ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. രണ്ട് ദേവസ്വത്തിൻ്റെയും പ്രതിനിധികൾ നമ്മളോട് സംസാരിച്ചിരുന്നു. തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ മന്ത്രി വാസവനും പ്രതികരിച്ചപ്പോൾ ഇവരെല്ലാം ഐക്യപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം, സർക്കാർ എടുക്കുന്ന തീരുമാനവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. ജനവികാരം കണക്കിലെടുത്തും ദേവസ്വങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്തും മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. രാവിലെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഓൺലൈനിലാണ് ചേരുന്നത്. ഇവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും കളക്ട്രേറ്റിൽ നിന്നും മന്ത്രി വാസവനും അതുപോലെ തന്നെ മന്ത്രി കെ രാജനും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒരു ഏകദേശ ചിത്രം ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു ധാരണയായിരിക്കും. നാളെ രാവിലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗവും ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പൂരം നടത്തിപ്പ് സംബന്ധിച്ചൊരു ഫൈനൽ ധാരണ ആവുക. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പൂരം ഇത്തവണ എങ്ങനെ നടത്തണം എന്നതിലൊരു ധാരണ അത് നാളെ ആയിരിക്കും ഉണ്ടാവുക. നാളെ ദേവസ്വങ്ങളുടെ ഒരു യോഗമുണ്ട്. അതിനുശേഷം ആയിരിക്കും അതിലൊരു തീരുമാനം ഉണ്ടാവുക. ജനങ്ങളുടെ വികാരമടക്കം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ അത് ചടങ്ങ് മാത്രമായി നടത്തുക, അല്ലെങ്കിൽ സാമ്പിൾ വെടിക്കെട്ടടക്കം ഉപേക്ഷിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താനാണ് സാധ്യത. എന്നാലും സർക്കാർ എന്ത് പറയുന്നു, ഒപ്പം ജനങ്ങളുടെ വികാരം എങ്ങനെയാണ്, ഇതൊക്കെ പരിശോധിച്ച ശേഷം ഇതിലൊരു തീരുമാനമെടുക്കാമെന്നാണ് ദേവസ്വങ്ങളുടെ നിലപാട്. തൃശ്ശൂരിലെ വെടിമരുന്ന് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. 10 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുന്നത്. മരിച്ചവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കുമുള്ള സഹായമടക്കം ഈ യോഗത്തിൽ തീരുമാനിക്കും. വിജിൻ വായാന്തോട് ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, 10 മണിക്കാണ് യോഗം ചേരുന്നത്. പ്രധാനമായും ഈ
കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര പ്രഖ്യാപനം ഉണ്ടാകും. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ തന്നെ പൂരം നടത്തിപ്പ് അത് ഏത് രീതിയിലായിരിക്കണം ഈ വർഷം എന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിലപാട് ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും ദേവസ്വങ്ങൾ നാളെ നടക്കുന്ന യോഗത്തിലും ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത. മറ്റു വിവരങ്ങൾ എന്താണ്? ജീന, എന്തായാലും 10 മണിക്ക് ചേരുന്ന ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ പ്രാഥമികമായ വിലയിരുത്തലുകൾ ഉണ്ടാകും. ഏത് തരത്തിൽ ഉള്ള നഷ്ടങ്ങളുണ്ട്, ആരെയൊക്കെ കണ്ടെത്താനുണ്ട് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, പ്രാഥമികമായി ലഭിച്ച റിപ്പോർട്ട് അത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ അടിയന്തരമായി നൽകേണ്ട ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഉൾപ്പെടെ അടിയന്തര ധനസഹായം നൽകേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ ഉയരും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഡോക്ടർമാരെ ഉൾപ്പെടെ കേരളത്തിലേക്ക് എത്തിക്കാനും സംസ്ഥാനത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ ഉൾപ്പെടെ തൃശ്ശൂരിലേക്ക് എത്തിക്കാനുമുള്ള തീരുമാനമൊക്കെ കൈക്കൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി കോട്ടയത്ത് നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മന്ത്രി കെ രാജനും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ എത്തി അവിടെ ഈ രക്ഷാപ്രവർത്തനവും ഒപ്പം തന്നെ ആശുപത്രിയിൽ ചികിത്സ വേണ്ടവരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങളും അതൊക്കെ ഏകീകരിക്കുന്നത് ഈ രണ്ട് മന്ത്രിമാരും ചേർന്നാണ്.